ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അനശ്വര. ഞാൻ ഇവിടെ ദുബായിൽ വർക്ക് ചെയ്യാണ് HR എക്സിക്യൂട്ടീവായിട്ട്. ഇപ്പം ഓൾമോസ്റ്റ് 1 ഇയറായി. ഇന്ന് 7th ഡിസംബർ. ഇന്നാണ് ഞാൻ എക്സാക്ട് ഫ്ലൈറ്റ് കയറിയത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെയാണ്. ഇത് നമ്മൾ അന്നേരം എടുത്തു വച്ചിരുന്ന കുറച്ച് ക്ലിപ്സാണ്. അത് അന്നൊന്നും നമ്മൾ പോസ്റ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടുകാരെയൊക്കെ പിരിഞ്ഞ് നല്ല വിഷമത്തിലാണ് രണ്ടുപേരും. പിന്നെ ഒപ്പം ആളുണ്ടല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ്സാണ് ഉള്ളത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത് നമ്മൾ നൈറ്റ് ആയപ്പോഴത്തോടെ എത്തിയതാണ്. അങ്ങനെ നമ്മൾ ദുബായ് കണ്ടു അന്തം വിട്ട് നിൽക്കുന്നതാണ്. വേഗം തന്നെ ഷൂട്ടൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഷൂട്ടൊക്കെ ചെയ്തു. ഇന്ന് നൈറ്റ് ഒരു 11:30 ആയപ്പോഴത്തേക്കും നമ്മൾ റീച്ചായിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഞാൻ ഓർത്ത് നോക്കി നമുക്കിന്നൊന്ന് ടെമ്പിൾ വരെ പോയിട്ട് വരാമെന്ന്. സോ നോക്കുവാം. ബസ്സിൽ കയറി X91 അല്ലെന്നുണ്ടെങ്കിൽ 91 കയറേണ്ടത് അൽബുദൈബിയിൽ പോകാനായിട്ട്. യെസ് ഗായ്സ്, അങ്ങനെ നമ്മൾ ബസ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. അൽബുദൈബ ബസ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് ബസ് സ്റ്റേഷൻ. ആൻഡ് ബസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിട്ടാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ മെട്രോ സ്റ്റേഷനിലോട്ട് നമ്മൾ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. അത് ക്രോസ് ചെയ്തിട്ട് നേരെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അൽബുദൈബ ശ്രീകൃഷ്ണ സ്വാമി ടെമ്പിളിൽ എത്തും. സോ നമ്മൾക്ക് പോകാം. ഇവിടെ ഇപ്പോൾ ഒത്തിരി ആളുകളൊക്കെ ഉണ്ട്. ഈവനിങ് ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നത്. പിന്നെ സീസണും ചേഞ്ച് ആയില്ല. അപ്പം നോക്കൂ, നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടെ നിന്ന് നടക്കുമ്പോൾ. 5 minutes, ഒരു 5 to 10 minutes ഉണ്ട്. ഓക്കെ, നല്ല കാറ്റൊക്കെ. ഇത് ബീച്ചിൻ്റെയൊക്കെ വൈബ്. മിക്കവാറും ഇവിടെ അബ്രയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആയിരിക്കും. നല്ല ഒരു ക്ലൈമറ്റും നല്ലൊരു ഈവനിങ്ങും. നമ്മൾ എൻട്രൻസിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. പക്ഷികളൊക്കെ പറക്കുന്നു, നല്ല കാറ്റുണ്ട്. കാണുന്നതാണ് നമ്മൾ പോകേണ്ട എൻട്രൻസ്. അതിൽ കൂടെ നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. ഗുരുവായൂർ ടെമ്പിളിലൊക്കെ പോണ ഒരു ഫീലുണ്ട്, ഈ കടകളും എല്ലാം. ഞാനിവിടെ ഒരു തവണ മാത്രമേ ഈവനിങ് വന്നിട്ടുള്ളൂ. അത് ഫ്രണ്ട്സായിട്ടായിരുന്നു. ബാക്കി മിക്കപ്പോഴും മോർണിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയറായി ഞാൻ ഈവനിങ് ടൈമിൽ ഇവിടെ വന്നിട്ട്. ഇവിടെ നല്ല തിരക്കാണ് ഗൈസ്. ഇവിടെ അറബിക് ടൈപ്പ് ഡ്രസ്സുകൾ, അത്തർ, അങ്ങനെയെല്ലാം ഇവിടെ കിട്ടും. നമ്മുടെ നാട്ടിലെ അമ്പലം പോലെയല്ല ഗുരുവായൂർ. ഞാൻ പറഞ്ഞെങ്കിലും ആ വന്ന വഴി ഏകദേശമൊക്കെ ഗുരുവായൂർ പോലെയാണ്. പക്ഷെ എക്സാക്റ്റ് നമ്മുടെ അമ്പലങ്ങൾ പോലെ ഉള്ളൊരു ഫീലല്ല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. പൂജാ സാധനങ്ങളൊക്കെ ഉണ്ടാകും. 2 വഴിയേ അറിയത്തുള്ളൂ. അതിനകത്ത് ഒരെണ്ണം ഇതാണ്. ഓക്കെ, ഇതാണ് ഗൈസ് ടെമ്പിൾ. ഈ സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ മുകളിൽ ചെല്ലേണ്ടത്. സോ നമുക്ക് കൃഷ്ണനെ കാണാം. ഇവിടെ അമ്പലങ്ങളിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. ഇവിടെ നിന്ന് പൂജാ സാധനങ്ങൾ മേടിച്ച് നമ്മൾക്ക് അകത്തോട്ട് കൊണ്ടുപോകാം. പിന്നെ ഇവിടെയാണ് ഷൂ റാക്ക് ഉള്ളത്. അവിടെ നമ്മൾ ചെരുപ്പ് ഊരി വെക്കേണ്ടതാണ്. പിന്നെ ഇതാണ് നമ്മുടെ വ്യൂ, അമ്പലത്തിൻ്റെ വ്യൂ. ഇതാണ് അമ്പലത്തിൻ്റെ ദർശൻ ടൈമിംഗ് ആണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ദെൻ നമ്മൾ ഗീത വായിച്ചു കുറച്ച് നേരം. ഇതുവഴിയാണ് നമ്മൾ ഇറങ്ങി വരാം. മേളിൽ കൂടെ കയറുക, ഇറങ്ങി ഇങ്ങനെ വരാം. നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മൾക്ക് പ്രസാദങ്ങൾക്ക് വേണ്ടിയിട്ട് ചന്ദനവും കുങ്കുമവും എല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. അതിൽ തിരിച്ചു പോകാം. അത് തന്നെ നമ്മൾ ഷൂറാക്കി തിരിപ്പെടുക്കാം കേട്ടോ. ഇനി വരുമ്പോൾ തന്നെ സ്റ്റെപ്പ് ഇറങ്ങി തന്നെ വരുന്നത് അകത്തേക്കൂടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രസാദമൊക്കെ തരും. ഓൾമോസ്റ്റ് ഇരുട്ടിയിട്ടുണ്ട്. നമ്മളവിടെ ഇരുന്നു ഗീതയൊക്കെ വായിച്ചു. ഗീത ഫുൾ വായിച്ചിട്ടില്ല, ഒരു 1 ചാപ്റ്റർ, ഒരു അധ്യായമാണ് ഞാൻ വായിച്ചത്. അങ്ങനെ വലിയ എക്സ്പേർട്ടൊന്നുമല്ല ഞാൻ. അതിൻ്റെ മീനിങ് എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം അങ്ങനെയൊന്നുമല്ല. എന്നാലും എന്തോ അത് വായിക്കുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അത് വായിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അനീതിയൊക്കെ പറയുന്നത് അതിന് മാനിഫെസ്റ്റേഷൻ ആണെന്നൊക്കെയാണ്. വാട്ടെവർ, അതിന് ആരെന്ത് പേരിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നിടത്തോളം കാലം അത് വായിക്കുന്നതിൽ തെറ്റില്ലല്ലോ. സോ അങ്ങനെ ഞാനത് വായിച്ചു, ഒരു ചാപ്റ്റർ വായിച്ചു. ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണത്. ഞാനത് പഠിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല.
എന്നാലും അത് ഞാൻ സ്വന്തമായിട്ട് ഇരുന്ന് വായിക്കുമ്പോൾ എനിക്ക് എന്തോ സ്ട്രെസ് റിലീഫൊക്കെ കിട്ടുന്നുണ്ട്, ഒത്തിരി കിട്ടുന്നുണ്ട്. മേ ബി ഞാൻ മലയാളത്തിൽ അത്ര എക്സ്പേർട്ട് ഒന്നുമല്ല, സോ അതുകൊണ്ട് ഞാനത് വായിക്കുമ്പോൾ ഫുള്ള് ഞാൻ അതിനകത്ത് എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത് കാരണം എൻ്റെ സ്ട്രെസ്സൊക്കെ ഞാനത് ഓർക്കാതെ അതിനകത്തോട്ട് ഫുൾ എൻഗേജ്ഡായി പോകുന്നതുകൊണ്ടായിരിക്കും. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് അതിൽ നിന്ന് സന്തോഷവും ഒരു സമാധാനവും കിട്ടുന്നുണ്ട്. സോ അപ്പോൾ അത് ഇരുന്ന് വായിച്ചപ്പോൾ എക്സാക്റ്റ് എനിക്ക് ആ ഫീൽ തന്നെയാണ്, ഒരു ഇന്നർ പീസ്, ആ ഒരു സംഭവം കിട്ടി. സോ നമ്മൾ ഹാപ്പിയാണ് ഗൈസ്. മേ ബി ഇപ്പം എല്ലാവരും കാണുന്ന പോലെ അല്ലായിരിക്കും ഞാൻ ദൈവങ്ങളെ കാണുന്നത്, അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ കാണുന്ന പോലെ അല്ലായിരിക്കും എല്ലാവരും കാണുന്നത്, അത് ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ച് ഞാൻ അങ്ങനെ ഒരു എൻഗേജ്ഡ് പോലെയാണ്, എൻ്റെ കാര്യങ്ങൾ പോയി അപ്ഡേറ്റ് ചെയ്യും, എനിക്ക് വിഷമം വന്നാൽ ഓടിപ്പോവും അങ്ങനെ. അപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടുമെന്ന് ഞാൻ സ്വന്തമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സമാധാനം കിട്ടുന്നത്, സ്ട്രെസ് റിലീഫ് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് സ്ട്രെസ്സ് മാറാനൊക്കെ ആയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങളും എനിക്ക് പറഞ്ഞു തരൂ. അപ്പം ഞാനിതൊക്കെയാണ് ചെയ്യുന്നത്. അമ്പലങ്ങളിൽ പോകും, ഞാൻ ഭയങ്കരമായിട്ട് അമ്പലങ്ങളിൽ പോകും, എനിക്കെന്തോ സമാധാനം കിട്ടും, സോ ഞാൻ പോകും. എനിക്ക് ആക്ച്വലി ഇന്ന ദൈവം അല്ലെന്നുണ്ടെങ്കിൽ ഇന്നൊരു ഗോഡ് പർട്ടിക്കുലർ ഹിന്ദു മുസ്ലിം അങ്ങനെയല്ല. ഞാൻ ഏത് ദൈവത്തിൻ്റെ അടുത്തും പ്രാർത്ഥിക്കണം. ഞാൻ മുസ്ലിം പള്ളി കണ്ട് അവിടെ പ്രാർത്ഥിക്കാറുണ്ട്, എക്സാമിന് പോകുന്ന വഴിക്കൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ പോകും. ഞാൻ എനിക്കൊരാൾ, ഒരു പേഴ്സൺ, ഒരു ഇമാജിനറി പേഴ്സൺ ഗോഡായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതിനോട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നു. എനിക്ക് സമാധാനം കിട്ടുന്നു, അതല്ലേ വേണ്ടത്. എനിക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. ഞാൻ മറ്റൊരാളെ ഫോഴ്സ്ഫുള്ളി അത് ചെയ്യിപ്പിക്കാത്തടത്തോളം കാലം. സോ ദാറ്റ്സ് ദ പോയിൻറ്റ് ഗൈസ്. ഇപ്പം തിരിഞ്ഞ് 1 ഇയറിലോട്ട് ഞാൻ നോക്കുമ്പോൾ 1 ഇയറിലുണ്ടായ ചേഞ്ചസ്, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, എല്ലാം ഒരു ഡ്രീം പോലെയാണ് തോന്നുന്നത്. കഴിഞ്ഞ ഇയർ ഞാൻ എന്തൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സമയത്ത്, അതെല്ലാം ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. സോ ഈ കയ്യിലല്ല ഗൈസ്, എൻ്റെ ലൈഫിലുണ്ട്. സോ ഞാൻ ബ്ലെസ്ഡ് ആണ് ഡെഫിനറ്റ്ലി. എൻ്റെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേട്ടില്ല എന്നൊക്കെ ഞാൻ കുറേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇയർ ഇതേ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു ടൈമിൽ. ബട്ട് ആഫ്റ്റർ ദാറ്റ് സംഭവിച്ചതെല്ലാം ഭയങ്കര മിറാക്കിളായിരുന്നു എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായിരുന്നത്. എൻ്റെ ജോബാണെന്നുണ്ടെങ്കിലും എവറിത്തിങ് ചേഞ്ചായി. ആൻഡ് അപ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിലായിരിക്കും കറക്റ്റായിട്ടുള്ളത് സംഭവിക്കാം. ഇപ്പോൾ ജോലി അന്വേഷിച്ച് നടക്കുന്നവരാണെന്നുണ്ടെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും തരാനുള്ള ഒരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കഷ്ടപ്പെട്ടാൽ എന്തായാലും ജോബ് കിട്ടും ഗൈസ്. ദുബായിൽ നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡിയാണോ? കുറേ ചിലപ്പം എൻ്റെ ലൈഫിലെല്ലാം അങ്ങനെയാണ്. എനിക്ക് ഒന്നും അങ്ങനെ സിമ്പിളായിട്ട് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനും വേണ്ടി അനുഭവിച്ചിട്ട് എൻ്റെ കയ്യിൽ എന്തെങ്കിലും വന്നിട്ടുള്ളൂ. സോ അതുകൊണ്ട് എനിക്കറിയായിരുന്നു ഞാൻ ടഫ് സിറ്റുവേഷനിലോട്ട് ഞാൻ പോകുമെന്ന്. ബട്ട് ഞാൻ ടഫ് സിറ്റുവേഷനിലോട്ട് പോയി, എനിക്ക് കിട്ടി. ഇതൊരു സ്റ്റാർട്ടിങ് ആയിരിക്കും മേ ബി. ഇനി എൻ്റെ ഫ്യൂച്ചറിൽ എന്തായിരിക്കും ഉണ്ടാവുക, അതിനെല്ലാത്തിനും ഞാൻ റിയലി എക്സൈറ്റഡ് ആണ്. സോ ഇനി മുതലുള്ള എൻ്റെ എല്ലാ ജേണുകളും ഞാൻ ഇതിനകത്ത് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കും. കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട്. എന്നാലും പണ്ടേ മുതലേ യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങനെ അപ്ലോഡ് ചെയ്ത് അങ്ങനെ എൻഗേജ്ഡ് ആവണം എന്നൊക്കെ ഉള്ളൊരു സംഭവമൊക്കെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ബട്ട് അതിനെനിക്ക് സാധിച്ചില്ല. സോ ഇതെന്തോ എനിക്കൊരു പെർഫെക്റ്റ് ടൈമായിട്ട് തോന്നി. എൻ്റെ ലൈഫ് ചേഞ്ച് ആയതും എല്ലാനും ഇന്നത്തെ ഒരു ദിവസമാണ്. സോ അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ്, ഫ്ലൈറ്റ്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ വന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. സോ അതെല്ലാം ഞാൻ ഓർക്കാണ്. നമ്മുടെ ഫാമിലീസൊക്കെ വന്ന് നമ്മളെ ഡ്രോപ്പ് ചെയ്ത് അവർ തിരിച്ചു പോകുന്നത്, നമ്മൾ ഫ്ലൈറ്റിലിരുന്ന് വിഷമിച്ചത്, ഇവിടെ എത്തിയിട്ട് നമ്മുടെ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പം ആൾ വന്ന് നമ്മളെ പിക്ക് ചെയ്തു, അവരുടെ വീട്ടിൽ സ്റ്റേ ചെയ്തു. അവരൊക്കെ ഒത്തിരി ആൾക്കാർ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. ഗ്രോസറീസ് പർച്ചേസ് ചെയ്യാൻ വരെ നമുക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, ഒന്നും പറയാൻ വയ്യ, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ഒപ്പം എപ്പോഴും നിന്നു. ദുബായ് ഡ്രീം ചെയ്തിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ പോകുന്നുള്ളൂ. നന്നായിട്ട് കഷ്ടപ്പെട്ടോളൂ, എന്തായാലും ജോബ് കിട്ടും. ഓക്കെ. സോ ഗായ്സ്, നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്തിരിക്കുന്നു. ബസ്സിന് പോകണ്ടെന്ന് തീരുമാനിച്ചു. കാരണം കണ്ടോ, നല്ല ബ്ലോക്കാണ് ഗൈസ്. ഇപ്പോഴത്തും ലേറ്റ് ആവുമായിരിക്കും. സോ നമ്മൾക്ക് മെട്രോന് പോകാം. അപ്പോൾ ഇതേപോലെ ആരെങ്കിലും ഇനി ദുബായിലോട്ട് വരാനുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇത് എത്രത്തോളം പേരിലോട്ട് എത്തുമെന്ന് എനിക്കറിയില്ല, ഈ വ്ളോഗും ഈ വീഡിയോ ഒക്കെ. സോ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ പറഞ്ഞു തരാൻ പറ്റിയ ഒരു ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്ര എക്സ്പേർട്ട് അല്ല ഞാൻ. കാരണം ഞാൻ വന്നിട്ട്
ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് എന്നാലും എന്തെങ്കിലുമൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്നതുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാനായിട്ട് എൻ്റെ ലിങ്ക്ഡിൻ പേജ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. സോ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് മെസ്സേജ് അയക്കാം. ഓക്കെ, സോ ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട് എല്ലാവർക്കും ലിങ്ക്ഡിനിൽ. ബട്ട് ജോബിൻ്റെ തിരക്കും ഇതൊക്കെ ആയിട്ട് മേ ബി ഇപ്പോൾ ഡിലേ വന്നേക്കാം. ബട്ട് ഡെഫിനറ്റായിട്ടും റിപ്ലൈ തരും ഞാൻ. അപ്പോൾ ഓക്കെ, നമുക്ക് മെട്രോയിൽ പോവാം. മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അനിയത്തി, എല്ലാവരെയും ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പാർട്ട് നമ്മൾ ആഗ്രഹിച്ച് കിട്ടുമ്പോൾ മറ്റേ പാർട്ട് എന്തായാലും അങ്ങനെ ആയിരിക്കുമല്ലോ ഡെഫിനറ്റായിട്ടും. സോ ഓക്കെ, സ്ട്രെങ്ത് ഒക്കെ ദൈവം ഇനിയും തന്നതുപോലെയൊക്കെ തന്നെ തരട്ടെ നിങ്ങൾക്കും, സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാവർക്കും. സോ നമ്മളിപ്പം ട്രെയിൻ കയറാൻ പോവുകയാണ്. നമ്മൾ ക്രീക്കിലോട്ടുള്ള ട്രെയിനാണ് കയറുന്നത്. എന്നിട്ട് നമ്മൾ ബുർജ്മാൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങണം. എന്നിട്ട് അവിടെ നമ്മൾ ADCBയിലോട്ട് പോകും. യെസ് ഗൈസ്, നമ്മൾ മെട്രോ കയറി. പ്ലാറ്റ്ഫോം 2-ലെത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ എക്സ്പോ ആൻഡ് UA എക്സ്ചേഞ്ച്, ഇപ്പം ലൈഫ് ഫാർമസി എന്നായി അതിൻ്റെ നെയിം. സോ 2 ട്രെയിനാണുള്ളത് നമുക്ക് ADCBയിലോട്ട് പോകാനായിട്ട്. ആ കൂടി ഒരു സ്റ്റോപ്പുള്ളൂ. നെക്സ്റ്റ് സ്റ്റോപ്പ് ബുർജ്മാനിൽ നിന്ന് ADCB ആണ്. സോ നമുക്ക് പോവാം. സോ നമ്മൾ ADCBയിലെത്തി ഗൈസ്. സോ നമ്മൾ മെട്രോന്ന് ഇറങ്ങി ഇനി അടിയിൽ ബസ്സിന് പോകാം. ശരിക്കും വോക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ, ബട്ട് മടിയായതുകൊണ്ട് നമുക്ക് ബസ്സിന് പോകാം. ബസ് നമ്പേഴ്സ് പറയാം. കരാമ സെൻറ്ററിലോട്ടുള്ളത് 28, 88, C26. ഈ 3 ബസ്സിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ കരാമ സെൻറ്ററിൽ ബസ് സ്റ്റോപ്പിലെത്താൻ പറ്റും. ഇത് ആക്ച്വലി ഊതുമത്തയിലോട്ടുള്ള ബസ്സാണെന്നാണ് തോന്നുന്നത്. 28, പിന്നെ 88, C26 ആണുള്ളത്. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട് സൺഡേ ആയതുകൊണ്ട്. സ്റ്റിൽ നടക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾക്ക് ഓക്കെ, നമ്മൾ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് ഗൈസ്. ബസ്സിലാണ് പോകുന്നത്. ഓഫീസ് വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റിൽ ഞാൻ ബസ് തന്നെയാണ് യൂസ് ചെയ്യാറ്. മാക്സിമം സാറ്റർഡേസ് ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട് ബിക്കോസ് ഓഫ് ദ ട്രാഫിക് ആൻഡ് ഓൾ. സോ യെസ്, നമുക്ക് അവിടെ ചെന്നിറങ്ങാം. കരാമ സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ് തിരിച്ച്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വ്ളോഗുമായി ഞാൻ വേഗം വരുന്നതാണ്.